അയ്യപ്പനെ ഭക്തന്മാർക്ക് വിട്ടുകൊടുക്കണമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ദൈവവും ദേവാലയവും എല്ലാം ഭക്തന്മാരുടെ വിഷയമാണ്. ഭക്തന്മാരിൽ നിന്ന് ദൈവങ്ങളെ തട്ടിയെടുക്കാൻ രാഷ്ട്രീയം ശ്രമിക്കരുത്. ഭക്തി രാഷ്ട്രീയത്തിലും രാഷ്ട്രീയം ഭക്തിയിലും കൈവയ്ക്കരുത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശ്വാസങ്ങളെ മാനിക്കുന്ന പാർട്ടിയാണെന്നും ബിനോയ് വിശ്വം മീഡിയ വണിനോട് പറഞ്ഞു. സിപിഐയുടെ 25ാം പാർട്ടി കോൺഗ്രസിന് ഇന്ന് കൊടിയുയരുകയാണ്. എന്നോടൊപ്പം ഉള്ളത് സിപിഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനോയ് വിശ്വമാണ്. ഇന്നലെ നടന്ന അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടാണ്. അതുമായി ബന്ധപ്പെട്ട് പലതരത്തിലെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഇന്നലെ വെള്ളാപ്പള്ളി മുഖ്യമന്ത്രി ഒരേ കാറിൽ വരുന്നു. നിരന്തരം വെള്ളാപ്പള്ളി നമുക്കറിയാം വെള്ളാപ്പള്ളി എന്താണ് സംസാരിക്കുന്നതെന്ന്. അങ്ങനെ ഒരാളുമായി കൂടുതൽ ചങ്ങാത്തത്തിലേക്ക് മുഖ്യമന്ത്രി പോകുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി, ഏതെങ്കിലും പ്രശ്നങ്ങൾ കേരള രാഷ്ട്രീയത്തിലുണ്ടാകും? ചങ്ങാത്തത്തിൻ്റെ കാര്യം അവർ തീരുമാനിക്കേണ്ടതാണ്. ചങ്ങാത്തത്തിൻ്റെ കാര്യങ്ങളിൽ പറ്റി അഭിപ്രായം വേണ്ടത് ചങ്ങാതിമാരാണ്. അതവിടെ നിൽക്കട്ടെ. അയ്യപ്പനെ പറ്റി എനിക്ക് അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അയ്യപ്പൻ്റെ ഭക്തന്മാർക്ക് വിട്ടുകൊടുക്കുക, രാഷ്ട്രീയം കയറി ഒരുപാട് അതിൽ കടന്ന് കുത്തുമറിയാതിരിക്കുക. ഭക്തന്മാരുടെ വിഷയമാണ് ദൈവവും ദേവാലയങ്ങളുമെല്ലാം. ആ ഭക്തന്മാരിൽ നിന്ന് ദൈവങ്ങളെ തട്ടിപ്പറിക്കാൻ രാഷ്ട്രീയം ശ്രമിക്കരുത്. രാഷ്ട്രീയത്തിൻ്റെ വഴിക്ക് പോകണം, ഭക്തി ആ വഴിക്ക് പോകണം. ഭക്തി രാഷ്ട്രീയത്തിൽ കൈവയ്ക്കരുത്, രാഷ്ട്രീയം ഭക്തിയിൽ കൈവയ്ക്കരുത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശ്വാസങ്ങളെ മാനിക്കുന്ന പാർട്ടിയാണ്. എല്ലാ മതങ്ങളിലെയും യഥാർത്ഥ വിശ്വാസികളുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാഹോദര്യമുണ്ട്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മതഭ്രാന്തമായി ഒരിക്കലും സന്ധി ചെയ്യില്ല. മതം വേറെ, മതഭ്രാന്ത് വേറെ. ഇതാണ് CPI നിലപാട്. എന്തായാലും പാർട്ടി കോൺഗ്രസ് ആരംഭിക്കാൻ പോവുകയാണ്. വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള സിപിഐയുടെ മുതിർന്ന നേതാക്കൾ. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉൾപ്പെടെ പാർട്ടി കോൺഗ്രസിൽ ചർച്ച ചെയ്യും. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ, കേരളം ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സിപിഐയുടെ പാർട്ടി കോൺഗ്രസിനെ ചണ്ഡീഗഡിൽ തുടക്കമാവുന്നത്. ചണ്ഡീഗഡിൽ നിന്നും ഹരിമുണ്ടൂരിനോടൊപ്പം തൗഫീഖ് അസ്ലം, മീഡിയ 1.